നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനൊപ്പം വിവിപാറ്റുകളിലെ സ്ലിപ്പുകളും മുഴുവൻ ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി തള്ളി. തിരഞ്ഞെടുപ്പ് സംവിധാനം ബാലറ്റ് പേപ്പറുകളിലേക്ക് തിരിച്ചു പോകണം എന്നാവശ്യവും കോടതി തള്ളി. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഹർജികൾ തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപക്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. രണ്ട് നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. വോട്ടിംഗ് മെഷീനിൽ ചിഹ്നം ലോഡ് ചെയ്യാൻ പ്രക്രിയ പൂർത്തിയാക്കിയ ശേഷം ചിഹ്നം ലോഡിംഗ് യൂണിറ്റ് സീൽ ചെയ്യണം എന്നതാണ് ഒരു നിർദ്ദേശം. കുറഞ്ഞത് 45 ദിവസമെങ്കിലും ഇത് സൂക്ഷിക്കണം. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനു ശേഷം രണ്ടാം സ്ഥാനത്തോ മൂന്നാമതോ എത്തിയ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പ്രകാരം വോട്ടിംഗ് മെഷീനിലെ മൈക്രോ കൺട്രോൾ EVM നിർമ്മാതാക്കളിൽ നിന്നുള്ള എഞ്ചിനീയർമാരുടെ സംഘത്തിന് പരിശോധന നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 7 ദിവസത്തിനകം ഫീസ് അടച്ച് EVMകളുടെ മൈക്രോ കൺട്രോൾ പരിശോധനയ്ക്കായുള്ള അപേക്ഷ നൽകാം. ക്രമക്കേട് കണ്ടെത്തിയാൽ സ്ഥാനാർത്ഥിക്ക് പണം തിരികെ ലഭിക്കും.